JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനിയെക്കുറിച്ചാണ് നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ശനി ലഗ്നം മുതലുള്ള ഓരോ ഭാവത്തിൽ വരുമ്പോഴും എന്താണ് നമുക്ക് അനുഭവപ്പെടുന്ന ഗുണദോഷ ഫലങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ രാശിയെക്കുറിച്ചാണ് പറയുന്നത്. മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയിലും ശനി വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് അനുഭവത്തിൽ വരിക എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് ശനി കന്നി രാശിയിലും തുലാൻ രാശിയിലും വരുമ്പോഴുള്ള ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. മേടം മുതലുള്ള രാശികളുടെ ഫലം നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതറിയേണ്ടവർ അത് കാണുക. അപ്പോൾ ബുധൻ്റെ ഉച്ചരാശിയാണ് കന്നി. അപ്പോൾ ബുധൻ ഇഷ്ടഭാവത്തിലാണെങ്കിൽ ബുധൻ്റെ കാരകത്വം അനുസരിച്ച് സാഹിത്യം, അതുപോലെ ചിത്രകല, ശില്പകല, ഫാബ്രിക് ഡിസൈനിങ്, ജേർണലിസം, അധ്യാപക ജോലി, ഇങ്ങനെ ഒരുപാട് കർമ്മ മേഖലകൾ ബുധന് പറഞ്ഞിട്ടുണ്ട്. അത്തരം സാഹചര്യത്തിൽ ശനി കന്നിരാശിയിൽ വരുമ്പോൾ ബുധൻ നൽകുന്ന പ്രവർത്തന മേഖലയെ മന്ദീഭവിപ്പിക്കാൻ ചിലപ്പോൾ ശനിക്ക് സാധിച്ചെന്ന് വരാം. ചിത്രകല, ശില്പകല അഥവാ കൊമേഴ്സ്യൽ ആർട്ട് തുടങ്ങിയ ഏത് മേഖലയായാലും കുറച്ച് ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞേക്കാമെങ്കിലും അത് വിചാരിച്ചത്ര മേന്മ ഉണ്ടാകണം എന്നില്ല. മേന്മ എന്ന് പറയുന്നത് അംഗീകാരവും അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ലാഭവുമാണ്. അത് ചിലപ്പോൾ ഉദ്ദേശിച്ചതുപോലെ ലഭിച്ചു എന്നോ അത്തരം ഒരു പ്രയോജനം ഉണ്ടായി എന്നോ ചിലപ്പോൾ പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം രാശ്യാധിപനായ ബുധൻ്റെ യോഗദൃഷ്ടിയും ഏത് ഭാവത്തിൽ ഏത് രാശിയിൽ നിൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശനി പൊതുവെ നമ്മൾ പറയുമ്പോൾ അത് അലസനെന്നും മടിയനെന്നും ഒക്കെ സാധാരണ പറയാറുണ്ട്. അതുപോലെ വേണ്ട കാര്യത്തിൽ വേണ്ടത്ര പൗരുഷം ചിലപ്പോൾ കാണിച്ചെന്നും വരില്ല. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നൊരു മനോഭാവം ഉണ്ടാകുമെങ്കിലും അതിലും അല്പം അലസതയും മടിയും അതുപോലെ ശനിയുമായി ബന്ധപ്പെട്ട ഒരു മെല്ലെപ്പോക്ക് നയവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് മിക്കവാറും ഒന്നും തികയാത്ത അവസ്ഥയും അതുപോലെ തന്നെ മനപ്രയാസമുണ്ടാക്കുന്നതുമായ പല കാര്യങ്ങളും ജീവിതത്തിൽ വരും. എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ ചെയ്താലും അത് ജീവിതത്തിൽ അതുകൊണ്ടൊരു സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകാതെ ഒരു മനപ്രയാസം സ്ഥിരമായി ശനി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ സ്ത്രീകളുമായുള്ള അടുപ്പം പലപ്പോഴും ദാരിദ്ര്യവും രോഗവും ഉണ്ടാക്കാറുണ്ട്. ശുക്രൻ അനുകൂലമാണെങ്കിൽ, അതായത് നല്ല രാശിയിൽ നല്ല ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ഗുണവും ഉണ്ടാകും. ഇഷ്ടമില്ലാതെ വന്നാൽ സ്ത്രീകളെ ദുഷിച്ചു പറയുകയും ചെയ്യും. കാരണം ശനിയുടെ ഒരു പ്രത്യേകതയാണ് ഇഷ്ടമില്ലാത്ത വ്യക്തികളെ അകറ്റി നിർത്തുക, അവരോട് ശത്രുത തോന്നുക, സ്ത്രീകളാണെങ്കിൽ അവരെക്കുറിച്ച് വേണ്ടാധീനം പറയുക, ഇങ്ങനെയൊക്കെയുള്ളത്. എന്നാൽ അടുപ്പം കാണിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്നവരോടാണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല. അവർ ഒരു പക്ഷേ മോശപ്പെട്ട സ്ത്രീകളാണെങ്കിൽ പോലും അവരെ പുകഴ്ത്തി സംസാരിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു രീതിയാണ്. പലപ്പോഴും ശനി കന്നിയിൽ നിൽക്കുന്നവർ കലാകാരനോ സാഹിത്യകാരനോ ബുദ്ധിജീവിയോ ഒക്കെ ആണെന്ന് കാണിക്കാൻ വൃത്തിയൊന്നുമില്ലാതെ ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള വേഷവും ജീവിതവും നയിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അതുപോലെ ശനിയുടെ ദൃഷ്ടിഭാവങ്ങളെന്ന് പറയുമ്പോൾ 7ാം ഭാവത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും പൂർണ്ണദൃഷ്ടിയുണ്ട്. ശനിക്ക് 3ലും 10ലും പ്രത്യേകം
പൂർണ്ണദൃഷ്ടിയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കന്നി രാശിയുടെ 3, 7, 10 ഭാവങ്ങളായി വരുന്ന രാശിയിൽ ശനിക്ക് പൂർണ്ണദൃഷ്ടി വരുമല്ലോ. അപ്പോൾ കന്നി രാശിയിൽ നിൽക്കുന്ന ശനി കന്നി, തുലാം, വൃശ്ചികൻ രാശിയിലും അതുപോലെ മീനൻ രാശിയിലും അതുപോലെ മിഥുനൻ രാശിയിലും, അതാണ് 3, 7, 10 എന്ന് പറയും. ശനിക്ക് പൂർണ്ണദൃഷ്ടി വരും. ഇത് ഏത് ഭാവത്തിലാണ് വരുന്നത് എന്നുള്ളതും ഓരോ ഭാവത്തിലും മറ്റുള്ള ഗ്രഹങ്ങൾ, അതായത് ശുഭന്മാരാണോ പാവന്മാരുടെയാണോ യോഗദൃഷ്ടി ഉള്ളത് എന്നുള്ളതും ഫലത്തിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ ലഗ്നം മുതൽ കന്യരാശിയും അതിൽ നിൽക്കുന്ന ശനിയും ശുഭയോഗദൃഷ്ടിയോടെയാണ് വരുന്നത് എങ്കിൽ മോശമായി പറയുന്ന ഫലങ്ങളുടെ കുറവുണ്ടാവുകയും അതിൽ കുറേയൊക്കെ ഗുണമുണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കന്നിയിലെ ശനിയുടെ ഫലം നമ്മൾ നിശ്ചയിക്കുമ്പോൾ കന്നിരാശിയുടെ അധിപനായ ബുധൻ്റെ സ്ഥിതിയും അത് ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ശനിക്കും ബുധനും ഏതൊക്കെ ഗ്രഹങ്ങളുടെ യോഗദൃഷ്ടികളുണ്ട് എന്നുള്ളതും എല്ലാം നമ്മൾ ആലോചിച്ചതിന് ശേഷം മാത്രമേ കന്നിയിലെ ശനി നല്ലതാണോ മോശമാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും. ഇനിയും നമുക്ക് തുലാൻ രാശിയിലേക്ക് പോയാൽ, തുലാൻ രാശി ശനിയുടെ ഉച്ചരാശിയാണെന്നുള്ളത് പലർക്കും അറിയാം. അപ്പോൾ അതനുസരിച്ച് അപ്പോൾ ഉച്ചരാശിയിൽ നിൽക്കുന്ന ശനി അത് എന്നാൽ കേന്ദ്രഭാവത്തിലാണ് വരുന്നത് എങ്കിൽ വളരെ മെച്ചമായിരിക്കും. പ്രശസ്തിയും അതുപോലെ ലീഡർഷിപ്പും നൽകാൻ ശേഷിയുള്ള ഒരു ഗ്രഹമാണ് ശനി. നഗരം, ഗ്രാമം, പുരം മുതലായവയുടെ ആധിപത്യം അഥവാ പ്രധാനിയാകാനുള്ള കഴിവ് ശനിക്കുണ്ട്. പ്രസിദ്ധിയും അധികാരവും ബഹുമതികളും തുടങ്ങിയ പല ഗുണാനുഭവങ്ങളും പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങൾ സന്ദർശിച്ച് കരസ്ഥമാക്കാനുള്ള ഒരു സന്ദർഭം ശനി ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. ശനി സാധാരണ ജനങ്ങളെയും കഷ്ടപ്പെടുന്നവരെയും തൊഴിലാളികളെയും അതുപോലെ തന്നെ വിവിധ വിഭാഗത്തിൽ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരെയും സാധാരണ ജനങ്ങളെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ അടുപ്പവും ബന്ധവും കൂടുതൽ ധൈര്യവും ഉന്മേഷവും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഭൗതിക സുഖങ്ങളിൽ ഇവർ നല്ലവണ്ണം ആനന്ദവും അനുഭൂതിയും സുഖവും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ കേന്ദ്രഭാവത്തിലാണെങ്കിൽ വൻ നേട്ടങ്ങളാണ് ശനി ഇവർക്ക് വേണ്ടി നൽകുന്നത്, അല്ലെങ്കിൽ ഇവരെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ശനി ഉച്ചരാശിയാണെങ്കിലും നിൽക്കുന്ന ഭാവം വളരെ പ്രധാനമാണ്. കാരണം തുലാൻ രാശി ശനിയുടെ ഉച്ചരാശിയാണ്. എന്നാൽ അത് ഇഷ്ടഭാവം അല്ലെങ്കിൽ ഈ പറയത്തക്കതുപോലെ വലിയ ഗുണമൊന്നും ചെയ്യില്ല, എന്നാൽ വലിയ ദോഷവും പ്രതീക്ഷിക്കേണ്ട. ഇനി ശനി നിൽക്കുന്നത് ഉച്ചരാശിയായ തുലാൻ രാശിയിൽ നിൽക്കുന്ന ശനി 3-ാം ഭാവത്തിൽ ആണ് എങ്കിൽ, ആണെന്ന് വിചാരിക്കുക, ആണെങ്കിൽ സഹോദരങ്ങളുമായും കൂടെ നിൽക്കുന്നവരുമായും ചുറ്റുപാടും താമസിക്കുന്നവരുമായും ഒക്കെ നല്ല ബന്ധം സ്ഥാപിക്കുകയും അവരെ അത് കാത്തു സൂക്ഷിക്കുകയും അവരുടെ ഒരു ലീഡറായി നിൽക്കുകയും ചെയ്യും. ഗ്രാമസഭകളിലെ അധ്യക്ഷൻ, മുന്നണി പോരാളി, മറ്റുള്ളവർക്ക് ആത്മധൈര്യവും വഴികാട്ടിയുമായി നിൽക്കുന്നവൻ, വിശ്വസ്തൻ, അതുപോലെ തന്നെ എല്ലാവരുടെയും നേതാവ് എന്നീ നിലയിലൊക്കെ തന്നെ ഈ 3-ലെ ശനി പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പം ഗ്രാമം, പുരം, ദേശം ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ആധിപത്യമൊക്കെ ശനിക്കുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് പ്രധാനമായും നമ്മൾ ധരിക്കേണ്ടത്. അപ്പം 3-ലാണ് തുലാൻ രാശിയിലെ ശനി നിൽക്കുന്നത് എങ്കിൽ, 3-ാം ഭാവത്തിലാണെങ്കിൽ അത് വളരെ മെച്ചമായിരിക്കും എന്നുള്ളതാണ്. ജീവിതം നല്ല ഉയർച്ചയിലേക്കും പുരോഗതിയിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും
എന്നാണ് പറഞ്ഞത്. ഇനി 6-ലാണ് ഒരു പക്ഷേ ശനി നിൽക്കുന്നത് എങ്കിൽ, കാരണം പാപഗ്രഹങ്ങൾക്ക് 3, 6, 11 ഇഷ്ടഭാവങ്ങളാണ്. അപ്പോൾ അതനുസരിച്ചാണ് 6-ലാണ് ശനി എങ്കിൽ അതിൻ്റെ ഗുണദോഷം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സമരം, തർക്കം, കലഹം, തൊഴിൽ പ്രശ്നം തുടങ്ങി തൊഴിലാളി പ്രശ്നങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് അവർക്ക് വേണ്ടി വാദിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. അതാണ് തൊഴിലാളികളുമായും അത് താഴേക്കിടയിൽ ജീവിക്കുന്നവരും തൊഴിലാളി വർഗവും ഭൃത്യജനങ്ങളും കൂലിപ്പണിക്കാരും ഒക്കെയാണ് ഈ ശനിയുടെ ആധിപത്യത്തിൽ വരുന്നവർ, സാധാരണയായിട്ട് വരുന്നത് സാധാരണക്കാരാണ്. അതുപോലെ പിന്നോക്ക ആദിവാസി ഗോത്രമേഖലയിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അവരിൽ ഒരാളായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യവും ഈ ശനി പലർക്കും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. വീട്, ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭൂമി, തൊഴിൽ മുതലായ ജീവനോപാധികൾ നിഷേധിക്കുന്ന അഥവാ ലഭിക്കാതിരിക്കുന്ന, നൽകാതിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ ഒന്നിപ്പിച്ച് നിർത്തി പോരാട്ടത്തിന് വീര്യം കൂട്ടുമ്പോൾ അവർക്ക് അർഹതപ്പെട്ട പല ആനുകൂല്യങ്ങളും അവരിൽ എത്താതെ പോകുമ്പോൾ, സാമൂഹ്യ നീതി നിഷേധിക്കുമ്പോൾ അതെല്ലാം നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളുടെ വിജയപരാജയം 6-ാം ഭാവാധിപൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് ഉണ്ടായാലും ലക്ഷ്യത്തിന് തുരങ്കം വയ്ക്കുന്ന ശത്രുവിനെ തുരത്തുക എന്ന ദൗത്യവുമായി അവർ മുന്നോട്ട് തന്നെ പോകും. കാരണം 6-ാം ഭാവത്തിൽ രോഗവും ശത്രുവും കള്ളനും അങ്ങനെയുള്ള ഭാവങ്ങളിൽ കുറേ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇവർ സാധാരണ പാവപ്പെട്ട അഗതികളെയൊക്കെ, അഗതികളെന്ന് പറയുമ്പോൾ ജീവിക്കാൻ മാർഗമില്ലാത്തവരും അവരുടെ ജീവനോപാധികൾ വളരെ 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 മോശമായ അവസ്ഥയിലും നിലനിൽക്കുമ്പോൾ അവരെ സംഘടിപ്പിക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ അവരെ പറ്റിച്ച് കാശുണ്ടാക്കുന്നവർ അവരുടെ ശത്രുവാകുമല്ലോ. അപ്പം അങ്ങനെയുള്ള ആ ശത്രുവിൻ്റെ നീക്കത്തിന് തടയിടാനും അതുപോലെ തന്നെ ശത്രുവിനെ തുരത്തുക, അതാണ് ലക്ഷ്യവുമായി മുന്നോട്ട് പോകാനും ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തികമായി ദുരിതം അനുഭവിക്കുന്നവരുടെയും പട്ടികജാതി, പട്ടികവർഗ, ആദിവാസി ഗോത്ര മേഖലയിലുള്ളവരുടെയും മനസ്സിലെ അണയാത്ത ജ്വാലയായി 6-ലെ ശനി പലർക്കും ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ശനിയുടെ ഈ തുലാം രാശിയിലെ ശനി മറ്റൊരു ഭാവമായ 11-ാം ഭാവത്തിലാണ് ഒരു പക്ഷേ നിൽക്കുന്നത് എങ്കിൽ പല വഴികളിലൂടെ, കാരണം ആഗമന സ്ഥാനവും ഇങ്ങോട്ട് ലഭിക്കുന്നതും ലാഭസ്ഥാനവും നോക്കിയാണ് 11-നെ പറയുന്നത്. അപ്പോൾ പല വഴികളിലൂടെ ധനലാഭം ഉണ്ടാകും. പാവപ്പെട്ടവരിൽ നിന്ന്, തൊഴിലാളികളിൽ നിന്ന്, ബിസിനസ്സിൽ നിന്ന്, രാഷ്ട്രീയത്തിൽ നിന്ന്. 11-ലെ ശനിക്ക് ശുഭയോഗദൃഷ്ടി ഇല്ലെങ്കിൽ ഏതു മാർഗത്തിലും, അത് മോശമായ മാർഗമായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള മനോഭാവത്തിൽ തന്നെ ഏതു മാർഗത്തിലും പണം ഉണ്ടാക്കുക എന്ന കുൽസിത ചിന്ത ഇവർക്കുണ്ടാകും എന്നുള്ളതാണ്. മദ്യം, മയക്കുമരുന്ന്, റിയൽ എസ്റ്റേറ്റ്, ഏജൻസി പണി, മറ്റുള്ളവരെ പറഞ്ഞു പറ്റിച്ച് പ്രലോഭിപ്പിച്ച് കാര്യം സാധിച്ച് കണ്ടില്ലെന്ന് നടിക്കുന്ന സ്വഭാവം, കുശാഗ്രബുദ്ധിയോടെ ഉള്ള പ്രവർത്തനം, കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വസിക്കില്ല, കാരണം അവരൊരു പക്ഷേ ഇവരെ ചതിച്ചാലോ എന്നുള്ള ഒരു മനോഭാവവും ഈ 11-ാം ഭാവത്തിലെ ശനിക്ക് പാപയോഗദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള കുൽസിത മാർഗങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കാരണം എല്ലാം 11-ാം ഭാവം ആഗമന സ്ഥാനം, വരവിൻ്റെ സ്ഥാനം. അപ്പോൾ ഏത് മാർഗത്തിലും ഏത് വിധത്തിലും ഉദ്ദേശിച്ച കാര്യം സാധിക്കുക, പണമുണ്ടാക്കുക, അതാണ് ഇവരുടെ ലക്ഷ്യം. എന്നാൽ ഈ 11-ാം ഭാവത്തിന് നല്ല ശുഭയോഗ ദൃഷ്ടികളും ശുഭന്മാരുടെ യോഗവും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല വഴികളിലൂടെ, നേരായ മാർഗത്തിലൂടെ ഉള്ള വരുമാനവും അത് മറ്റാരെയും ബുദ്ധിമുട്ടിക്കുന്നതോ അല്ലെങ്കിൽ മറ്റാരെയും ചതിക്കുന്നതോ വഞ്ചിക്കുന്നതോ ഒന്നും ആയിരിക്കുകയുമില്ല.
സ്നേഹവും ആത്മാർത്ഥതയും ശുഭയോഗദൃഷ്ടി ഇല്ലെങ്കിൽ കാണിക്കുന്നത് അവരുടെ സ്വന്തം കാര്യത്തിനായിരിക്കും, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഈ പറയുന്ന ആത്മാർത്ഥതയൊന്നും കാണിക്കാറില്ല. അവരുടെ കാര്യം സാധിക്കണം, അത്ര തന്നെ. ശനിക്ക് ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ യോഗദൃഷ്ടി ഉണ്ടായാൽ അതിൻ്റെ ശുഭാശുഭമനുസരിച്ചുള്ള ഫലം ലഭിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കണം. നല്ല ഗ്രഹം പാവയോഗത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫലം, ശുഭയോഗ ദൃഷ്ടിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല ഫലം. എങ്ങനെയായാലും 11-ാം ഭാവം ആഗമനസ്ഥാനമാണ്, വരവിനെ സൂചിപ്പിക്കുന്നതാണ്. ചിലരുടെ പെട്ടെന്നുള്ള ഉയർച്ച നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ശനി അകമഴിഞ്ഞ് അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഗോചരത്തിൽ ഇഷ്ടഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ ജാതകത്തിൽ ശനി നല്ല ഭാവത്തിൽ ബലവാന്മാരായി നിൽക്കുന്ന സാഹചര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ ദശാകാലങ്ങളും ശനിയുടെ അപഹാരകാലങ്ങളും അതുപോലെ തന്നെ ഗോചരത്തിൽ ശനി ഇഷ്ടഭാവത്തിൽ വരുമ്പോഴും ഒക്കെ തന്നെ അവർ ഒരുപാട് വാരിക്കോരി നൽകുന്നു എന്നുള്ളതാണ് ശനിയുടെ പ്രത്യേകത. മോശമാണെങ്കിൽ ശനി മോശമാണ്, നല്ലതാണെങ്കിൽ ശനി ഏറ്റവും നല്ലവനായി തന്നെ കാണപ്പെടുന്നു എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇതൊക്കെ എന്തിനാണ് ഓരോന്നും ഇങ്ങനെ ഓരോ ഭാവങ്ങളെക്കുറിച്ചും ഓരോ രാശിയെക്കുറിച്ചും പറയുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് തന്നെ ഓരോ ഗ്രഹത്തിൻ്റെയും അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുന്നത്, അനുഭവപ്പെടുന്നത് എന്ന് മറ്റാരുടെയും കാൽക്കൽ പോയി വീഴാതെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.